രാഹുലിനെതിരെ മാത്രം ചോദ്യങ്ങൾ. ചെന്നിത്തല പ്രതികരിക്കുന്നതിനിടെ മാധ്യമപ്രവർത്തകർക്കെതിരെ കയ്യേറ്റ ശ്രമം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റ ശ്രമം. പാലക്കാട് കോൺഗ്രസ് കൺവെൻഷൻ നടക്കുന്ന സ്ഥലത്ത് വെച്ച് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ആരാഞ്ഞപ്പോഴാണ് സംഭവം. പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് ചെന്നിത്തല പ്രതികരണം പൂർത്തിയാക്കാതെ മടങ്ങി. ഇതിന് പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകർ മാധ്യമപ്രവർത്തകരെ കൂക്കി വിളിക്കുകയും ചെയ്തു. രമേശ് ചെന്നിത്തല പ്രതികരിക്കാൻ തുടങ്ങിയതോടെയാണ് ഒരു കൂട്ടം പ്രവർത്തകർ ബഹളം വെച്ചത്. എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ രാഹുൽ വിഷയം മാത്രം ചോദിക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു ഒരു കൂട്ടം പ്രവർത്തകർ ക്ഷുഭിതരായത്. സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ചോദിക്കുമെന്ന് പ്രവർത്തകർ വിളിച്ചു പറഞ്ഞപ്പോൾ ചെന്നിത്തല സംയമനം പാലിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും പ്രവർത്തകർ അത് കേൾക്കാൻ തയ്യാറായില്ല. ഇതോടെ ചെന്നിത്തല മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ മടങ്ങി. ഒടുവിൽ പ്രാദേശിക നേതാക്കൾ തന്നെ ക്ഷുഭിതരായ പ്രവർത്തകരെ അനുനയിപ്പിക്കുകയായിരുന്നു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന രണ്ടാമത്തെ ബലാത്സംഗ പരാതിക്ക് പിന്നാലെ കോൺഗ്രസിലെയും UDF-ലെയും വനിതാ നേതാക്കൾ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. രാഹുലിനെ ഒരു നിമിഷം പോലും പാർട്ടിയിൽ തുടരാൻ അനുവദിക്കരുതെന്നും MLA സ്ഥാനം രാജിവെപ്പിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് വനിതാ നേതാക്കളിൽ പലരും പരസ്യമായി പ്രകടിപ്പിച്ചത്. KK രമ MLA, ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണ, മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ജെബി മേത്തർ, ദീപ്തി മേരി വർഗീസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജന ബി സാജൻ എന്നിവർ രാഹുലിനെതിരെ വിമർശനവുമായി രംഗത്തെത്തി. രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് ഷാനിമോൾ ഉസ്മാനും ദീപ്തി മേരി വർഗീസും സജന ബി സാജനും ആവശ്യപ്പെട്ടത്. ഒരു നിമിഷം പോലും രാഹുൽ പാർട്ടിയിൽ തുടരരുതെന്നും ഷാനിമോൾ കൂട്ടിച്ചേർത്തു. കുറ്റക്കാർ ആരായാലും പുറത്താക്കണമെന്ന് ദീപ്തി മേരി വർഗീസ് പറഞ്ഞു. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ പാർട്ടി നിലപാട് വ്യക്തമാക്കിയതാണെന്നും മറ്റു പാർട്ടിക്കാരെ പോലെ ആരെയും കോൺഗ്രസ് സംരക്ഷിക്കില്ലെന്നും അവർ അഭിപ്രായപ്പെട്ടു.